മാരുതിയുടെ വൈദ്യുത കാറുകൾ ഇന്ത്യൻ നിരത്തിൽ ഓടിത്തുടങ്ങി. അടുത്ത വർഷം വാഗണർ ഇലക്ട്രിക് പതിപ്പ് വിപണിയിൽ കൊണ്ടുവരുമെന്നാണ് കമ്പനിയുടെ പ്രഖ്യാപനം. ഇപ്പോൾ ഒരുക്കങ്ങളുടെ ഭാഗമായി ഇലക്ട്രിക് വാഗണറുകൾ രാജ്യത്ത് പരീക്ഷണയോട്ടം ആരംഭിച്ചു. മാരുതിയുടെ വൈദ്യുത കാറിൽ വാഹന പ്രേമികൾക്ക് വലിയ ആകാംക്ഷയുണ്ട്. പോക്കറ്റിൽ ഒതുങ്ങും വിലയ്ക്ക് വാഗണർ ഇലക്ട്രിക്കിനെ യാഥാർത്ഥ്യമാക്കാൻ മാരുതിക്ക് കഴിയുമെന്ന് ഏവരും ഉറച്ചു വിശ്വസിക്കുന്നു. എന്തായാലും വിപണി പ്രതീക്ഷയോടെ ഉറ്റുനോക്കുന്ന തങ്ങളുടെ ആദ്യ വൈദ്യുത കാറിനെ മറച്ചു പിടിച്ച് ഓടിക്കാൻ കമ്പനിക്ക് താല്പര്യമില്ല. റോഡിൽ ഒറ്റനോട്ടത്തിലെ തിരിച്ചറിയാം കാർ വാഗണർ ഇലക്ട്രിക് ആണെന്ന്. പുതുതലമുറ വാഗണർ ഹാച്ച്ബാക്കിനെ ആധാരമാക്കിയാണ് വാഗണർ ഇലക്ട്രിക് മോഡലിനെ കമ്പനി രൂപകൽപ്പന ചെയ്യുന്നത്. ഇറക്കുമതി ചെയ്ത കാറുകളാണ് ഇപ്പോൾ പരീക്ഷണയോട്ടത്തിന് ഉപയോഗിക്കുന്നതെങ്കിലും മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിയുടെ ഭാഗമായി കമ്പനിയുടെ ഗുരുഗ്രാം ശാലയിൽ നിന്ന് പുതിയ വാഗണർ ഇലക്ട്രിക് കാറുകൾ പുറത്തിറങ്ങും. ജപ്പാനിലെ സുസുക്കി മോട്ടോർ കോർപ്പറേഷൻ വാഗണർ ഇലക്ട്രിക്കിൽ നിർണായക ഇടപെടലുകൾ നടത്തുന്നുണ്ട്. സുസുക്കിയുടെ വൈദ്യുത സാങ്കേതിക വിദ്യ ഇവിടുത്തെ ശാല സ്വായത്തമാക്കിയതിനാൽ വാഗണർ ഇലക്ട്രിക്കിന് 7 മുതൽ 9 ലക്ഷം രൂപ വില നിലവാരം നിശ്ചയിക്കാൻ മാരുതിക്ക് കഴിയും. ഇന്ത്യയിലെ വൈവിധ്യമാർന്ന പ്രദേശങ്ങളിൽ പരീക്ഷിച്ച് മോഡലിന്റെ പോരായ്മകൾ പരിഹരിക്കുകയാണ് കമ്പനിയുടെ ഇപ്പോഴത്തെ ലക്ഷ്യം. കഴിഞ്ഞ വർഷം ദില്ലിയിൽ നടന്ന മൂവ് ഉച്ചകോടിയിലാണ് വാഗണർ ഇലക്ട്രിക്കിനെ കമ്പനി ആദ്യമായി പൊതുസമക്ഷം അവതരിപ്പിച്ചത്. ജപ്പാനീസ് ആഭ്യന്തര വിപണിയിൽ വിൽപ്പനയ്ക്കെത്തുന്ന വാഗണറിന്റെ മാതൃകയിലാണ് ഹാച്ച്ബാക്കിന്റെ ഒരുക്കം. വാഗണർ EV ആയിരിക്കും മാരുതിയുടെ ആദ്യ വൈദ്യുത കാർ എന്ന വിവരം കമ്പനി ആദ്യമേ സ്ഥിരീകരിച്ചിട്ടുണ്ട്. രൂപം വിലയിരുത്തിയാൽ വൈദ്യുത കാറായിട്ടുകൂടി രണ്ടായി വിഭജിച്ച വലിയ ഗ്രില്ലുകൾ വാഗണർ ഇലക്ട്രിക്കിന് മുന്നിൽ കാണാം. വേർപെട്ട ഹെഡ്ലാമ്പ് ശൈലി കാറിന് ആധുനിക മുഖരൂപം സമ്മാനിക്കുന്നു. വശങ്ങളിലാണ് വാഗണർ ഇലക്ട്രിക്കിന് കൂടുതൽ പക്വത. ബോഡി നിറമുള്ള ബി പില്ലർ മുൻപിൻ ക്യാബിനുകളെ തമ്മിൽ വേർതിരിക്കുന്നു. പില്ലറുകൾക്ക് വീതി കൂടുതലാണ്. ഡോറുകളിൽ ഘടിപ്പിച്ചിട്ടുള്ള സൈഡ് മിറ്റുകളും മോഡലിന് ശ്രദ്ധ ആകർഷിക്കും. പിറകിൽ ലളിതമാർന്ന ഡിസൈൻ ശൈലിയാണ് കാർ പിന്തുടരുന്നത്. താഴ്ന്നിറങ്ങിയ ടെയിലാമ്പുകൾ പിൻബമ്പറിനോട് ചേർന്നൊരുങ്ങുന്നു. വകഭേദങ്ങൾ അടിസ്ഥാനപ്പെടുത്തി 10 to 25 കിലോവാട്ട്സ് വരെ ബാറ്ററി ശേഷിയുള്ള വാഗണർ ഇലക്ട്രിക്കിൽ 72 വോൾട്ട് സംവിധാനമാകും ഇടം പിടിക്കുക. ഒറ്റ ചാർജിൽ 150 കിലോമീറ്റർ ദൂരം വരെ വാഗണർ ഓടുമെന്ന് പ്രതീക്ഷിക്കാം. പുതുതലമുറ വാഗണർ വരാനിരിക്കുന്ന ഹാർടെക് അടിത്തറ വാഗണർ ഇലക്ട്രിക്കും ഉപയോഗപ്പെടുത്തും. സ്വിഫ്റ്റും ഡിസയറും ഇതേ അടിത്തറയിലാണ് പുറത്തിറങ്ങുന്നത്. ഇന്ത്യയിൽ ടൊയോട്ടയുമായി പങ്കുചേർന്നാണ് വൈദ്യുത വാഹനങ്ങളെ മാരുതി സുസുക്കി വികസിപ്പിക്കുക. ഇരു കമ്പനികളും ഒപ്പുവെച്ച ധാരണാപത്രം പ്രകാരം ടൊയോട്ടോയുടെ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് വൈദ്യുത വാഹനങ്ങളെ മാരുതി നിർമ്മിക്കും. ലിഥിയം അയോൺ ബാറ്ററി പാക്കുകളുടെ ഉൽപാദനത്തിനായി ഡെൻസോ, തോഷിബ കമ്പനികളുമായി മാരുതി കൈകോർത്തിട്ടുണ്ട്.